ഇന്ന് നല്ല നാടൻ സ്വാദിഷ്ടമായിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിത്തണ്ട് ഉപ്പേരിയാണ് കാണാൻ പോണത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണ്. ഉപ്പേരി എന്നും പറയാം, മെഴുക്കുവരട്ടി എന്നും പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉണ്ണിത്തണ്ട് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഉണ്ണിത്തണ്ടാണ് എടുക്കണത്. എപ്പോഴും ഉപ്പേരിക്ക് കൂട്ടാനൊക്കെ നല്ല ഇളന്ത് നോക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നല്ല പൊടിയായിട്ട് മുറിച്ചെടുത്തതാണ്. മുറിച്ച ഉടനെ വെള്ളത്തിലിടണം, അല്ലെങ്കിൽ അത് കറുത്ത് പോകും കേട്ടോ. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് തോരപ്പരിപ്പ് കഴുകി എടുത്തുകൊണ്ടുവന്ന് പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു. ഇനി അതിൻ്റെ കൂടെ തന്നെ വേറൊരു പാത്രത്തിലായിട്ട് ഉണ്ണിത്തണ്ടും എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉപ്പോ മഞ്ഞളോ ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇതൊരു 4-5 വിസിലിന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അത് രണ്ടും വേവിച്ച് വെച്ച ശേഷം ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ 5-6 കപ്പലമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉണ്ണിത്തണ്ടുണ്ടല്ലോ, അതും തോരപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. തോരപ്പരിപ്പ് ഞാൻ ഒറ്റ അടിക്ക് ഇട്ട് കൊടുക്കണില്ല. ആദ്യം 2 തവി ഇട്ട് കൊടുത്ത ശേഷം പോരെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ഈസി ആട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അത് വീണ്ടും ഞാൻ മുഴുവനായിട്ട് തന്നെ തോരപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയം ഉണ്ണിത്തണ്ടിനനുസരിച്ച് തോരപ്പരിപ്പ് ഇട്ട് കൊടുത്തോളൂ. ഇനിയിപ്പോൾ അധികം വേണ്ടാന്നുള്ളവർ ഇതിൽ കുറച്ചിട്ടോളൂ കേട്ടോ. പക്ഷേ പരിപ്പ് ഇടുമ്പോഴാണ് ഇതിന് കൂടുതൽ സ്വാദ് കിട്ടണത്. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല സ്വാദാട്ടോ ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഉറപ്പുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റാണ് കേട്ടോ നമ്മുടെ ചാനലിൽ മെയിനായിട്ട് മുന്നോട്ട് നയിക്കുന്നത്. കമൻറ്റ് ഇടാതിരിക്കരുത്, കമൻറ്റ് കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.